ഇടതു നിരീക്ഷകൻ എം ജയചന്ദ്രൻ കൂടിയുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, മെക്സവന് പിന്നിൽ ഭീകര സംഘടനകളുണ്ടെന്ന് CPM നേതാവ് തന്നെ പറയുന്നു. എന്നിട്ട് ആ CPM പാർട്ടി നയിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് ഒരു അന്വേഷണവും നടത്തുന്നില്ല. ഈ മോഹനനെ കൊണ്ട് തിരുത്തി പറയിച്ചവർ തന്നെയോ അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചതിന് പിന്നിലും? അത് ഈ എന്താണിപ്പോ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാകാൻ കാരണം എന്നുള്ളത് തന്നെയാണ്. അന്വേഷണം നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന വാർത്ത ഞങ്ങളിന്ന് പുറത്തുവിട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നതും ഈ വാർത്ത തന്നെ തെരഞ്ഞെടുത്തതും അങ്ങയോട് ചോദിച്ചതും. ഓക്കെ, ഇപ്പോ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല എന്ന് ആരാണ് പറഞ്ഞത്? ഇതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു, സെൻട്രൽ IB അന്വേഷിച്ചു. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇത് നടന്നിട്ടില്ല എന്ന് ആരാണ് പറഞ്ഞത്? എന്നിട്ട് എന്തായാലും നടപടി എന്താണ്? അതെ, സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നേരെ കേസെടുക്കുക എന്നുള്ളതാണ്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സംബന്ധിച്ച് അന്വേഷിക്കുന്ന നടപടിയാണ് ആദ്യം ചെയ്യുക. അപ്പൊ അന്വേഷിച്ച് കഴിയുമ്പോൾ കേസെടുക്കണമോ വേണ്ടയോ എന്ന് അപ്പോഴാണ് നിശ്ചയിക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഒരു വിഷയം ചാനലുകളെല്ലാം പ്രക്ഷേപണം ചെയ്തു വന്നു. അത് CPMന്റെ ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ പ്രസംഗത്തെ ആസ്പദമാക്കിയാണ് ഇത് ചർച്ചയ്ക്ക് വന്നത്. അതുകൊണ്ട് ഉടനെ കേസെടുക്കണം എന്നുള്ളതല്ല നിയമപരമായ നിലപാട്. അതൊരു ഭരണകൂടത്തിനും ചെയ്യാൻ കഴിയില്ല. അത് കേരളം ഭരിക്കുന്ന LDF ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്തു പോകണം കഴിയില്ല. നിയമപ്രകാരമായ കേസെടുക്കാൻ കഴിയും. കേസെടുക്കുമ്പോൾ IBയുടെ മുമ്പിൽ സെൻട്രൽ IBയുടെ മുമ്പിൽ വന്ന വിഷയം എന്താണ്? ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SSB റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അവരന്വേഷിക്കുന്നു. എന്നിട്ട് ചില BJP നേതാക്കൾ തന്നെ ചാനൽ ചർച്ചകളിൽ, ഞാൻ കൂടെ പങ്കെടുത്ത ചാനൽ ചർച്ചകളാണ്, അവർ പറഞ്ഞത് NIA അന്വേഷിക്കുന്നതിനേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞത് 3 ആഴ്ച മുമ്പാണ് കേട്ടോ. ഈ 3 ആഴ്ചയ്ക്ക് ശേഷവും NIAക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാടുള്ളതായിട്ട് അറിയില്ല. അതൊരു കാര്യം. പക്ഷെ വിഷയം അതല്ല. മെക്സവൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വ്യായാമ മുറയായി ഈ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചോ സെൻട്രൽ IBയോ വിലയിരുത്തിയിട്ടില്ല. അവർക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചതിന് ശേഷം അത്ര ഒരു വിലയിരുത്തൽ അവർക്കില്ല. അതൊരു കായിക പരിശീലന പരിപാടിയാണെന്നും, എന്നാൽ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ പറഞ്ഞ പ്രകാരം അന്വേഷിച്ചപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞ പ്രദേശത്ത്, കക്കോടിയാണെന്ന് എൻ്റെ ഓർമ്മ, ആ പ്രദേശത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ചില തീവ്രവാദ എലമെന്റുകളുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് നിരോധിക്കപ്പെട്ട PFIയുടെ ആൾക്കാര്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാര് തുടങ്ങിയ 1-2 ആൾക്കാർ ആ പ്രത്യേക പ്രദേശത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നുഴഞ്ഞു കയറിയതായി സംശയിക്കുന്നു എന്നാണ് P. മോഹനൻ പറഞ്ഞത്. അതാണ് അന്വേഷണ വിധേയമാക്കിയത്. അപ്പൊ അത്തരത്തിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്കാണ് പിന്നീട് അത് നയിച്ചത്. ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരുടെയും ഡീറ്റെയിൽ ലിസ്റ്റ് എടുത്തിട്ട് അവരെ സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം മാത്രമല്ല, യൂണിയൻ ഗവൺമെന്റിന്റെ IB അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങയിലേക്ക് വരാം.